എല്ലാവർക്കും മാസ്റ്റർ കീ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നൊരു സെഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ഇതാണ്: ദ മേജർ കമ്പോണൻസ് ദാറ്റ് കംപ്രൈസ് ഓഫ് ദി ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം. അതായത് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം ത്തിൻ്റെ കമ്പോണൻസ് ഏതൊക്കെയാണ്? അപ്പോൾ നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഈ 4 ഓപ്ഷൻസിൽ ഏതൊക്കെയാണ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ വരുന്നതെന്നുള്ള കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഫസ്റ്റ് നോക്കാം. ഫസ്റ്റ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് മാർക്കറ്റ്സ്. അതായത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഫിനാൻഷ്യൽ മാർക്കറ്റ്സും ഇത് രണ്ടും ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ വരുന്നതാണോ? ആണ്. അപ്പോൾ നമുക്കറിയാവുന്ന കാര്യമാണ്, ഇന്ത്യൻ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും അതേപോലെ ഫിനാൻഷ്യൽ മാർക്കറ്റുകളും കൂടെ ചേരുന്നതാണ് ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം ഇത് രണ്ടും നമുക്ക് എന്തുണ്ട്, ഇതിനകത്ത് വരുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യുന്നു മനസ്സിലാവുന്നുണ്ട്. അപ്പം സെക്കൻഡ് ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. അപ്പോൾ ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് തന്നിട്ടുണ്ട്. ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ വരുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സും നമുക്ക് ഇതിൽ വരുന്നതാണെന്നുള്ള കാര്യം നമുക്ക് കൺഫേം ആക്കാം. പിന്നെ വരുന്നത് ഫിനാൻഷ്യൽ സർവീസസ് ആണ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഫിനാൻഷ്യൽ സർവീസസും ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിനകത്ത് വരുന്ന കമ്പോണൻ്റാണ്, പില്ലറാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും ഇതിനകത്ത് വരുന്നതെന്നുള്ള കാര്യം നമുക്ക് കൺഫേം ചെയ്യാം. അപ്പം നമ്മുടെ 3 ഓപ്ഷനും നമുക്ക് ശരിയായ സ്ഥിതിക്ക് എന്താണ് നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്? 4th ഓപ്ഷൻ ആയിട്ടുള്ള ഓൾ ഓഫ് ദി എബോവ് ആണ്. അപ്പം ഇതിൽ ചോദിച്ചിരിക്കുന്ന കാര്യം ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ കമ്പോണൻസ്. അപ്പം ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ കമ്പോണൻസ്, പില്ലേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. കാരണം ഈ പറഞ്ഞിരിക്കുന്ന 4 എണ്ണവും ഫിനാൻഷ്യൽ സിസ്റ്റത്തിനകത്ത് വരുന്നതാണ്. അതായത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും ഫിനാൻഷ്യൽ മാർക്കറ്റും ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സും ഫിനാൻഷ്യൽ സർവീസസും ഇതിൽ വരുന്നതാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കിയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്താണ് ആൻസർ? ഏതാണ്? ഓൾ ഓഫ് ദി എബോവ്. ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി എബോവ് ആണ് ആൻസർ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ ട്രഷറി ബിൽസ് ആർ സോൾഡ് ബൈ ഡാഷ്. ആരാണ് ട്രഷറി ബില്ല് ഇഷ്യൂ ചെയ്യുന്നത്? ട്രഷറി ബില്ലിൻ്റെ കാര്യമാണ് ചോദിച്ചേക്കുന്നത്. ആരാണ് ട്രഷറി ബില്ല് ഇഷ്യൂ ചെയ്യുന്നത്? അപ്പോൾ ട്രഷറി ബില്ലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ട്രഷറി ബില്ല് എന്തിനാണ് ഇഷ്യൂ ചെയ്യുന്നത്? ട്രഷറി ബില്ല് ഇഷ്യൂ ചെയ്യുന്നത് ഗവൺമെൻറ്റിന് ഫൈനാൻഷ്യൽ പേർപ്പസിനായിട്ട് ഫണ്ട് റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് ട്രഷറി ബില്ല്. അപ്പോൾ ട്രഷറി ബില്ല് എന്താണ്? ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റാണ്, ഒരു ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റാണ്. ഇഷ്യൂ ചെയ്യുന്നത് ഗവൺമെൻറ്റാണ്. മീൻസ് ഗവൺമെൻറ്റിൻ്റെ പർപ്പസിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ നെസസിറ്റീസ് വരുന്ന സമയത്ത് ഗവൺമെൻറ്റിന് ആവശ്യമുള്ള ഫണ്ട് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു ഇൻസ്ട്രുമെൻ്റാണ്, ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റാണ് ട്രഷറി ബില്ല് എന്ന് പറയുന്നത്. ടി ബിൽ എന്നാണ് ഇതിൻ്റെ പറയുന്ന മറ്റൊരു പേര്. സോ അങ്ങനെയാണെങ്കിൽ ഗവൺമെൻറ് ഓപ്ഷനിലുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു ഗവൺമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഈ ട്രഷറി ബില്ല് ഇഷ്യൂ ചെയ്യുന്നത്. പക്ഷേ ഇതിനകത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗവൺമെൻറ്റിനാണ് ഈ ഫണ്ട് എത്തുന്നതെന്നുണ്ടെങ്കിലും ഇത് ഇഷ്യൂ ചെയ്യുന്നത് ഗവൺമെൻറ്റാണോ, ഗവൺമെൻറ് നേരിട്ടാണോ ഇഷ്യൂ ചെയ്യുന്നത്? അല്ല, ഗവൺമെൻറ് നേരിട്ടല്ല എന്ത് ചെയ്യുന്നത്, ഈ ഫണ്ട് വേണ്ടിയിട്ട് ട്രഷറി ബില്ല് ഇഷ്യൂ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് മറ്റൊരു അതോറിറ്റിയെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. സോ ടെക്നിക്കലി ട്രഷറി ബില്ല് ഇഷ്യൂ ചെയ്യുന്നത് മറ്റൊരു ഏജൻസിയാണ്, അല്ലെങ്കിൽ മറ്റൊരാളാണ്. ആരാണത്? അത് സെൻട്രൽ ബാങ്കാണ്. കൊമേഴ്ഷ്യൽ ബാങ്കും ബിൽ ബ്രോക്കേഴ്സും ഗവൺമെൻറ്റും അല്ല. ഇഷ്യൂ ചെയ്യുന്നത് ആരാണ്? നമ്മുടെ സെൻട്രൽ ബാങ്ക്, അതായത് RBI, സെൻട്രൽ ബാങ്കായിട്ടുള്ള RBI ആണ് എന്ത് ചെയ്യുന്നത്, ട്രഷറി ബിൽസ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പം അത് പറയാനുള്ള കാരണം വെച്ചാൽ ഗവൺമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫണ്ട് ഇഷ്യൂ ചെയ്യുന്നതെന്നുണ്ടെങ്കിലും അത് ഗവൺമെൻറ് അല്ല ഇഷ്യൂ ചെയ്യുന്നത്. ഓൺ ബിഹാഫ് ഓഫ് ഗവൺമെൻറ് ട്രഷറി ബിൽസ് ആർ ഇഷ്യൂഡ് ബൈ സെൻട്രൽ ബാങ്ക്. അപ്പം സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ഉത്തരം എത്രയാണ്? എന്താണ്? സെൻട്രൽ ബാങ്കാണ്. ഓപ്ഷൻ എ ആയിട്ടുള്ള
സെൻട്രൽ ബാങ്കാണ്. അപ്പോൾ അത് കൺഫ്യൂസ് ചെയ്യരുത്. ട്രഷറി ബിൽസ് എന്ന് പറയുന്നത് ഇഷ്യൂ ചെയ്യുന്നത് ആരാണ്? സെൻട്രൽ ബാങ്കാണ്, ഓൺ ബിഹാഫ് ഓഫ് ഗവൺമെൻറ്റാണ്. അപ്പോൾ ട്രഷറി ബിൽസ് ആർക്ക് വേണ്ടിയിട്ടാണ് ഇഷ്യൂ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം ഡിഫറൻ്റ് ആണ്. അതെന്താണ്? ഗവൺമെൻറ്റാണ്. ആരാണ് ഫണ്ടിൻ്റെ ആവശ്യക്കാർ? ഗവൺമെൻറ്റാണ്. പക്ഷേ ഗവൺമെൻറ്റിന് വേണ്ടി ഇഷ്യൂ ചെയ്യുന്ന ആരാണ്? സെൻട്രൽ ബാങ്കാണ്. അപ്പോൾ അത്രയും ക്ലിയർ ആയല്ലോ. അപ്പോൾ ട്രഷറി ബിൽസ് ആർ സോൾഡ് ബൈ സെൻട്രൽ ബാങ്ക്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ആൻസർ. നെക്സ്റ്റ്, ഷെയർസ് issued to ensure more royalty and participation of employees is called dash. അതായത് ഒരു പർട്ടിക്കുലർ കൈൻഡ് ഓഫ് ഷെയർസ്, ആ ഷെയർസ് കമ്പനി ഇഷ്യൂ ചെയ്യുന്നത് എംപ്ലോയീസിനാണ്. പാർട്ടിസിപ്പേഷൻ, അതേപോലെ തന്നെ ലോയൽറ്റിക്കും അതേപോലെ പാർട്ടിസിപ്പേഷനും പകരമായിട്ട് ഒരു കമ്പനി അവരുടെ എംപ്ലോയീസിന് പകരം കൊടുക്കുന്ന ഒരു ഷെയർ, ആ ഒരു ഷെയർ അതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇതിനകത്ത് ഏതാണ് ആ ഒരു ഷെയർ? ഓപ്ഷൻ 4 എണ്ണമാണുള്ളത്. ഇക്വിറ്റി ഷെയർ, സ്വെറ്റ് ഇക്വിറ്റി, പ്രിഫറൻസ് ഷെയർസ് ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ്. ഈ പറഞ്ഞ 3 എണ്ണമല്ല. അപ്പോൾ എന്താണ് ശരിക്കുള്ള ആൻസർ? അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം ഒന്നുകൂടെ. എന്താ ഇതിൽ പറഞ്ഞേക്കുന്നത്? ഒരു കാര്യം നമുക്ക് മനസ്സിലായി, എംപ്ലോയീസിനാണ് എന്ത് ചെയ്തേക്കുന്നത്? കൊടുക്കുന്നത്. അതായത് എംപ്ലോയീസിന് മാത്രമാണ് അവരുടെ ലോയൽറ്റിക്കും അതേപോലെ അവരുടെ പാർട്ടിസിപ്പേഷനും ഒക്കെ ഇൻക്രീസ് ചെയ്യാനായിട്ട് എംപ്ലോയീസിന് വേണ്ടി മാത്രമായിട്ട് കൊടുക്കുന്ന ഒരു കൈൻഡ് ഓഫ് ഷെയർ ആണ്. അതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. സോ ഓപ്ഷൻ എ ആയിട്ടുള്ളത് എന്താണ്? ഇക്വിറ്റി ഷെയർ ആണ്. ഇക്വിറ്റി ഷെയർ എംപ്ലോയീസിന് വേണ്ടി മാത്രം പ്രൊവൈഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി മാത്രം ഇഷ്യൂ ചെയ്യുന്നതാണോ? അല്ല. ഇക്വിറ്റി ഷെയർ ആർക്ക് വേണമെങ്കിലും വാങ്ങാം. അതിനൊരു കണ്ടീഷൻ, എംപ്ലോയീസിനെ കൊടുക്കൂ എന്നുള്ളൊരു കണ്ടീഷൻ ഇല്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? അത് നമുക്ക് ഒഴിവാക്കാം. അടുത്ത എന്താണ്? പ്രിഫറൻസ് ഷെയർസ് നമുക്കറിയാം. അത് പ്രിഫറൻസ് ഷെയർസ് ആർക്ക് വേണമെങ്കിലും ബൈ ചെയ്യാവുന്ന പ്രിഫറൻഷ്യൽ റൈറ്റുള്ള ഷെയർസാണ് പ്രിഫറൻഷ്യൽ ഷെയർസ് എന്ന് പറയുന്നത്. അപ്പം അതും നമ്മൾ ഈ പറഞ്ഞ പോലെ എംപ്ലോയീസിന് വേണ്ടിയിട്ടുള്ള ഒരു ഡെഫിനിഷനിൽ അല്ലെങ്കിൽ ആ ഒരു മീനിങ്ങിൽ വരുന്നില്ല. അപ്പം നമുക്ക് അതും ഒഴിവാക്കാം. പിന്നെ നമുക്ക് എന്താണുള്ളത്? സ്വെറ്റ് ഇക്വിറ്റി ഉണ്ട്. ഓപ്ഷൻ ബി സ്വെറ്റ് ഇക്വിറ്റി. പിന്നെ ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ്. അപ്പം എന്താണ് ഈ സ്വെറ്റ് ഇക്വിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ? സ്വെറ്റ് ഇക്വിറ്റി എന്ന് പറയുന്നത് വിയർപ്പോഹരി എന്നാണ് പറയുക. വിയർപ്പോഹരി. ആരാണ് വിയർപ്പൊഴുക്കുന്നത്? കമ്പനിക്ക് വേണ്ടിയിട്ട് വിയർപ്പൊഴുക്കുന്ന ആരാണ്? എംപ്ലോയീസ് ആണ് കമ്പനിക്ക് വേണ്ടിയിട്ട് വിയർപ്പൊഴുക്കുന്നത്. സോ ആ ഒഴുക്കുന്ന വിയർപ്പിന് അല്ലെങ്കിൽ അവർ എടുക്കുന്ന ഹാർഡ് വർക്കിന് പകരമായിട്ട് എംപ്ലോയീസിന് പകരം കൊടുക്കുന്നതാണ് ഒരു ഷെയർ. ആ ഷെയറിന് പറയുന്നതാണ് സ്വെറ്റ് ഇക്വിറ്റി. അപ്പോൾ സ്വെറ്റ് ഇക്വിറ്റി എന്താണ്? സ്വെറ്റ് ഇക്വിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർഡ് വർക്കിന് പകരമായിട്ട് എംപ്ലോയീസിന് കൊടുക്കുന്നതാണ് സ്വെറ്റ് ഇക്വിറ്റി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യനും ഈ ഒരു ഓപ്ഷൻ തമ്മിൽ മാച്ച് ആവുന്നുണ്ടല്ലോ. അപ്പോൾ ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി സ്വെറ്റ് ഇക്വിറ്റി ആണ്. അപ്പോൾ സ്വെറ്റ് ഇക്വിറ്റി എന്ന് പറയുന്നത് എന്താണ്? സ്വെറ്റ് ഇക്വിറ്റി എന്ന് പറയുന്നത് ഒരു കമ്പനി അവിടെ ഹാർഡ് വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് അവരുടെ ലോയൽറ്റിയും പാർട്ടിസിപ്പേഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് കൊടുക്കുന്ന ഒരു ഇഷ്യൂ ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ കൈൻഡ് ഓഫ് ഷെയർസ് ആണ്. ആ ഷെയർസിന് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? സ്വെറ്റ് ഇക്വിറ്റി. അപ്പം ഉത്തരം എത്രയാണ്? ഓപ്ഷൻ ബി ആണ് ശരിക്കുള്ള ആൻസർ, സ്വെറ്റ് ഇക്വിറ്റി. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? ഹൂ ഈസ് എ കോഷ്യസ് സ്പെക്കുലേറ്റർ? ഒരു കോഷ്യസ് സ്പെക്കുലേറ്റർ ആരാണെന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് ഓപ്ഷൻസ്: ഓപ്ഷൻ എ ബുൾ, ഓപ്ഷൻ ബി ബെയർ, ഓപ്ഷൻ സി സ്റ്റാർ ആൻഡ് ഓപ്ഷൻ ഡി ലൈം ഡക്ക്. ഈ 4 പേരാണ് നമുക്ക് ഓപ്ഷൻസ് ആയിട്ടുള്ളത്. ഇതിനകത്ത് സ്പെക്കുലേറ്റർ ആരാണ്, കോഷ്യസ് ആയിട്ടുള്ള സ്പെക്കുലേറ്റർ ആരാണെന്നുള്ള കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് സ്പെക്കുലേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറിയ പ്രൈസ് മൂവ്മെൻറ്റ്സ് വരുന്നതനുസരിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ നോക്കുന്ന ആളെയാണ് നമ്മൾ സ്പെക്കുലേറ്റർ എന്ന് പറയുന്നത്. സ്പെക്കുലേറ്റർ എന്തായിരിക്കും ചെയ്യുന്നത്? ചെറിയ പ്രൈസ് മൂവ്മെൻറ്റ്സിൽ ചെറിയ വ്യത്യാസം വരുമ്പം ആ ഒരു പ്രൈസ് മൂവ്മെൻറ്റ്സ് ബേസ് ചെയ്തിട്ട് ട്രേഡ് ചെയ്തിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുക. അയാൾ ഇൻവെസ്റ്റ്മെൻ്റ് അല്ല അവിടെ ചെയ്യുന്നത്, മറിച്ച് സ്പെക്കുലേഷനാണ്.
ഒരു ഊഹ കച്ചവടമാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള ആൾ ആരാണെന്നുള്ള കാര്യമാണ് പറയുന്നത്, ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഓപ്ഷനിൽ ബുള്ളുണ്ട്. ബുള്ള് ആരാണ്? ബുള്ളെന്ന് പറയുന്നത് ഒരു എന്താണ്, മാർക്കറ്റ് നല്ല രീതിയിൽ അപ്പാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ആളാണ് ബുള്ളെന്ന് നമുക്കറിയാം. അതിൽ സ്പെക്കുലേറ്റർ ആവണമെന്നില്ല. എല്ലാ മാർക്കറ്റ് അപ്പാകുമെന്ന് വിശ്വസിക്കുന്ന എല്ലാ ആൾക്കാരും നമുക്ക് ബുൾ കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യാം. താഴേക്ക് പോകും എന്നുള്ള കരുതുന്ന ആൾക്കാരെ നമുക്ക് ബെയർന്ന് എടുക്കാം. അപ്പോൾ ലെയിം ഡക്ക് എന്താണ്? ലെയിം ഡക്ക് എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് മീറ്റ് ചെയ്യാൻ പറ്റാതെ നിൽക്കുന്ന ആളുകളെയാണ് ലെയിം ഡക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഓപ്ഷൻ സി ആയിട്ടുള്ള സ്റ്റാഗാണ് സ്പെക്കുലേറ്റർ. അപ്പം എന്ത് ചെയ്യുന്നു? ചെറിയ പ്രൈസ് മൂവ്മെൻറ്റ്സ് അനുസരിച്ചിട്ട് ബൈ ചെയ്യുകയും സെല്ല് ചെയ്യുകയും ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന, സ്പെക്കുലേഷൻ വഴി പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ആളെ പറയുന്ന പേരാണെന്ത്? സ്റ്റാഗ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാഗാണ് എന്ത്? സ്പെക്കുലേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാഗ് എന്താണ്? സ്പെക്കുലേറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഉത്തരം ഏതാണ്? ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി ആയിട്ടുള്ള സ്റ്റാഗാണ് ശരിയായിട്ടുള്ള ആൻസർ. അപ്പം നമ്മൾ ഇവിടെ ഇത് പോർഷനിലാണ് ചോദിച്ചേക്കുന്നത്, ഒരു മാർക്കറ്റിൽ വരുന്ന പാർട്ടിസിപ്പൻസ് ആരൊക്കെയാണ്, ഒരു മാർക്കറ്റിൽ വരുന്ന പാർട്ടിസിപ്പൻസ് ആരൊക്കെയാണെന്നുള്ളൊരു പോർഷനിലാണ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ബുൾ ആരാണ്, ബെയർ ആരാണ്, സ്റ്റാഗ് ആരാണ്, ലെയിം ഡക്ക് ആരാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കിയെങ്കിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സ്റ്റാഗാണ് നമുക്ക് ഇവിടെ ആൻസറായിട്ട് വരുന്നത്. കാരണം സ്റ്റാഗാണ് ഇവിടെ സ്പെക്കുലേറ്റ് ചെയ്യുന്നത്. നോർമൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് വ്യത്യസ്തമാണ് സ്പെക്കുലേഷൻ എന്ന് പറയുന്നത്. ഒരു ലോങ് ടൈം ഡിപ്ലോയ് ഓഫ് മണിയാണ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതേസമയം ഷോർട്ട് ടൈമിൽ വളരെ കുറഞ്ഞ ടൈമിലേക്ക് പണം ഇൻവെസ്റ്റ് ചെയ്യുകയും അതിൽ നിന്നും പ്രോഫിറ്റ് ഉണ്ടാക്കാം, ചെറിയ പ്രൈസ് മൂവ്മെൻറ്റ്സ് വഴി പ്രോഫിറ്റ് ഉണ്ടാക്കുകയും ചെയ്യുന്ന വ്യക്തികളെയാണ് നമ്മൾ സ്റ്റാഗ് എന്ന് പറയുന്നത്. സോ അതിനെയാണ് നമ്മൾ സ്പെക്കുലേഷൻ എന്ന് പറയുന്നത്. സോ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി, സ്റ്റാഗ്. അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ദ ഇൻസ്ട്രുമെൻറ്റ് വിച്ച് ഹെൽപ്സ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ടു മീറ്റ് ദി ക്യാഷ് റിസർവ് റേഷ്യോ. അപ്പോൾ ക്യാഷ് റിസർവ് റേഷ്യോ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊമേഴ്ഷ്യൽ ബാങ്കിനെ ഹെൽപ്പ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ഏതാണ്? അപ്പം ക്യാഷ് റിസർവ് റേഷ്യോ RBIയുടെ നിർദ്ദേശപ്രകാരം ബാങ്കുകൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട എമൗണ്ടാണ്. അപ്പം ഓരോ തവണയും അപ്ഡേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ബാങ്കുകൾ എന്ത് ചെയ്യണം? റിസർവ് റേഷ്യോയിൽ ക്യാഷ് ബാങ്കിൽ റിസർവ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡേയ്സിൽ അവർക്ക് അങ്ങനെ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പണം അവരുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു ദിവസം, 2 ദിവസം, 3 ദിവസത്തേക്കൊക്കെ എന്ത് ചെയ്യേണ്ടി വരും? ഫണ്ട് മറ്റെവിടെ നിന്നെങ്കിലും ബോറോ ചെയ്യേണ്ടി വരും. സോ അങ്ങനെ ബോറോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ ഇഷ്യൂ ചെയ്തിരുന്ന ഇൻസ്ട്രുമെൻ്റ് ഏതാണ്, ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ഏതാണ് എന്നുള്ള കാര്യമാണ് എന്ത് ചെയ്തേക്കുന്നത്? ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത്. നമുക്ക് 4 ഓപ്ഷൻസ് ആണുള്ളത്. ഫസ്റ്റ് വൺ ട്രഷറി ബില്ല്, സെക്കൻഡ് വൺ കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ് മണി, ഓപ്ഷൻ സി കൊമേഴ്ഷ്യൽ പേപ്പർ ആൻഡ് ഓപ്ഷൻ ഡി സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്. അങ്ങനെ 4 ഓപ്ഷൻസ് ആണ് എന്ത് ചെയ്യുന്നത് നമുക്ക് വരുന്നത്. അപ്പോൾ ട്രഷറി ബിൽസ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. T-ബിൽസ് ഇഷ്യൂ ചെയ്യുന്നത് ആരാണ്? സെൻട്രൽ ഗവൺമെൻറ് ആണ്. കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറയുന്നത് എന്താണ്? നല്ല വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കമ്പനീസാണ് എന്ത് ചെയ്യുന്നത്? കൊമേഴ്ഷ്യൽ പേപ്പർ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പം ഇത് രണ്ടും നമുക്ക് അല്ല എന്ന് പറയാം. പിന്നെ വരുന്നത് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റും കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ് മണി, രണ്ടും കൊമേഴ്ഷ്യൽ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട ടൈംസ് ആണ്. പക്ഷേ നമ്മുടെ ക്യാഷ് റിസർവ് റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് വേണ്ട ഫണ്ടുകൾ കളക്ട് ചെയ്യാൻ വേണ്ടി കൊമേഴ്ഷ്യൽ ബാങ്ക്സുകൾ തമ്മിൽ ഇഷ്യൂ ചെയ്യുന്ന ആ ഒരു ഇൻസ്ട്രുമെൻ്റ് ഏതാണ്? ഓപ്ഷൻ ബി, കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ് മണി. വളരെ കുറഞ്ഞ ടൈമിലേക്ക് 1 to 3 ഡേയ്സിലേക്കൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു കോൾ ആൻഡ് ഷോർട്ട് മണി എന്ത് ചെയ്യുന്നത്? കളക്ട് ചെയ്യുന്നത്. ആ ഇൻസ്ട്രുമെൻറ്റ്സ് ബാങ്ക് ഇഷ്യൂ ചെയ്യുകയും മറ്റു ബാങ്കുകളുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ഫണ്ട് കളക്ട് ചെയ്തെടുക്കുകയും ചെയ്യുന്നു. വളരെ ചുരുങ്ങിയ ടൈമിലേക്ക് തന്നെ കളക്ട് ചെയ്തെടുത്തതിന് ശേഷം തിരിച്ച് റീപേ ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സാണ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ് മണി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്? ക്യാഷ് റിസർവ് റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. സോ അങ്ങനെയാണെങ്കിൽ എന്താണ് ആ ഇൻസ്ട്രുമെൻ്റ് ഏതാണ്? കൊമേഴ്ഷ്യൽ ബാങ്കുകൾ ക്യാഷ് റിസർവ് റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്യുന്ന
ആ ഡോക്യുമെൻ്റ് ഏതാണ്? ഓപ്ഷൻ ബി ആയിട്ടുള്ള കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ് മണി ആണ്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ് മണിയാണ് അതിൻ്റെ ആൻസർ. നെക്സ്റ്റ്, ദ പ്രൊപ്പൻസിറ്റി ഓഫ് ഇൻഡിവിജ്വൽസ് ടു ഹോൾഡ് ഓൺ ടു ദെയർ ലോസിങ് സ്റ്റോക്ക് വൈൽ സെല്ലിങ് ദെയർ വിന്നിങ് സ്റ്റോക്സ് ഇയർലി. ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് കസ്റ്റമറുടെ ഒരു മെൻറ്റാലിറ്റിയെ പറ്റിയിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു മൈൻഡ് സെറ്റിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതായത് രണ്ട് തരത്തിലുള്ള സ്റ്റോക്കുകളുണ്ട് ഒരു കസ്റ്റമറുടെ കയ്യിൽ. അതായത് വിന്നിങ് സ്റ്റോക്കും ഉണ്ട്, ലോസിങ് സ്റ്റോക്കും ഉണ്ട്. വിന്നിങ് സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിനെക്കാട്ടിലും കൂടുതൽ നമുക്ക് ലാഭം കിട്ടി തുടങ്ങി. ഒന്നെന്താണ്? ഇൻവെസ്റ്റ് ചെയ്തതിനേക്കാട്ടും ഒരുപാട് നഷ്ടത്തിലാണ് ആ ഒരു സ്റ്റോക്ക് കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏത് സ്റ്റോക്കായിരിക്കും അവർ വിൽക്കുക? നോർമലി നമ്മൾ കൂടുതലും കണ്ടുവരുന്നത് എന്താണ്? നമുക്ക് പ്രോഫിറ്റ് കിട്ടി തുടങ്ങിയ സ്റ്റോക്കുകൾ വിൽക്കുകയും നമുക്ക് നഷ്ടം വരുന്ന സ്റ്റോക്കുകൾ നമ്മൾ കൈവശം വെക്കും. ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് പ്രോഫിറ്റ് ആകും എന്നുള്ള പ്രതീക്ഷയിൽ വർഷങ്ങളോളം നമ്മൾ എന്ത് ചെയ്യുന്നു? മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ഷെയർ എന്താണ്, ഒരു ഐഡിയ നമ്മുടെ മൈൻഡിലുണ്ടായിരിക്കും. സോ അങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റുള്ള, അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളൊരു പ്രൊപ്പൻസിറ്റി ഓഫ് ഉള്ള ഇൻഡിവിജ്വൽസിൻ്റെ ആ ഒരു പ്രൊപ്പൻസിറ്റിയെ പറയുന്ന പേരെന്താണ്? വിന്നിങ് സ്റ്റോക്കുകൾ വിൽക്കുകയും ലൂസിങ് സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്യുകയും ചെയ്യുന്ന ആ ഒരു പ്രൊപ്പൻസിറ്റിയെ പറയുന്ന പേരെന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. കോഗ്നിറ്റീവ് ഡിസൊണൻസ്, കൺഫർമേഷൻ ബയാസ് ആൻഡ് ഡിസ്പോസിഷൻ എഫക്റ്റ് ആൻഡ് നാരോ ഫ്രെയിം. 4 ഓപ്ഷൻസാണ് നമുക്കുള്ളത്. ഇതിലേതാണ് വിന്നിങ് സ്റ്റോക്സുകൾ വിൽക്കാനും അതേപോലെ തന്നെ ലോസിങ് സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്യാനുമുള്ള ഒരു മെൻറ്റാലിറ്റിയെ കാണിക്കുന്നത് ഏതാണ്? ഡിസ്പോസിഷൻ എഫക്റ്റാണ് ശരിയായിട്ടുള്ള ആൻസർ. ഡിസ്പോസിഷൻ എഫക്റ്റ്. അപ്പം ഡിസ്പോസിഷൻ എഫക്റ്റ് എന്തിനെ സൂചിപ്പിക്കുന്നു? വിന്നിങ് സ്റ്റോക്കുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു? വിൽക്കുന്നു. അതേപോലെ തന്നെ ലോസിങ് സ്റ്റോക്കുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഹോൾഡ് ചെയ്യുന്നു. സോ അങ്ങനെ പറയുന്നതാണ് ഡിസ്പോസിഷൻ എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഈസ് ഡിറ്റർമൈൻഡ് ഫോർ. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഡിറ്റർമൈൻ ചെയ്യുന്നത് എപ്പോഴാണ്? ഫസ്റ്റ് ഓപ്ഷൻ അസസ്മെൻറ്റ് ഇയർ, ഓപ്ഷൻ ബി പ്രീവിയസ് ഇയർ, ഓപ്ഷൻ സി അക്കൗണ്ടിങ് ഇയർ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. അപ്പോൾ ഇതിലേത് വർഷത്തേക്കാണ് നമ്മൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്? അപ്പം ഇതിന് ആൻസർ ചെയ്യണമെങ്കിൽ നമ്മൾ 3 കാര്യങ്ങൾ മനസ്സിലാക്കണം. എന്താണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്? അതിനെപ്പറ്റിയിട്ട് ക്ലിയർ ഐഡിയ ഉണ്ടായിരിക്കണം. 2, എന്താണ് പ്രീവിയസ് ഇയർ, എന്താണ് അസസ്മെൻറ്റ് ഇയർ? ഇത് 3ഉം കൃത്യമായിട്ടുള്ള ഐഡിയ ഉണ്ടെങ്കിലാണ് നമുക്ക് ഈ ഒരു ആൻസർ ചെയ്യാനായിട്ട് പറ്റുക. അപ്പം എന്താണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ റെസിഡൻ്റ് ആണോ നോൺ റെസിഡൻ്റ് ആണോ എന്നുള്ള കാര്യമാണ്. അയാളുടെ ടാക്സ് ലയബിലിറ്റി, ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കാൻ അയാൾ ലയബിൾ ആണോ അല്ലയോ എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മെഷർ ചെയ്യുന്നത്. ഒരാൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്താണ്? അയാൾ റെസിഡൻ്റ് ആണോ നോൺ റെസിഡൻ്റ് ആണോ? അയാൾ റെസിഡൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? ടാക്സ് അടയ്ക്കണം എന്നുള്ളതാണ് നമ്മുടെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പം അത് നമ്മൾ അയാളുടെ ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കമ്പ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനിയുള്ളത് അസസ്മെൻറ്റ് ഇയറും ഉണ്ട്, പ്രീവിയസ് ഇയറും ഉണ്ട്. അപ്പം അസസ്മെൻറ്റ് ഇയറും ഉണ്ട്, പ്രീവിയസ് ഇയറും ഉണ്ട്. അപ്പം എന്താണ് അസസ്മെൻറ്റ് ഇയർ, എന്താണ് പ്രീവിയസ് ഇയർ? ഓക്കെ, പ്രീവിയസ് ഇയർ എന്ന് പറയുമ്പോൾ എന്താണ്? ഏത് വർഷത്തെ ടാക്സ് ലയബിലിറ്റിയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രീവിയസ് ഇയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ 2023, 2024 അക്കാഡമിക് 2024 ഇയർ. ഓക്കെ, ആ 2023-24 ഇയറിൽ ഒരാൾക്കുണ്ടാകുന്ന ഇൻകം എന്ന് പറയുന്നത് ഏത് വർഷമാണ് ടാക്സ് അയാൾ അടയ്ക്കേണ്ടത്?
2023-24 ഉണ്ടാക്കുന്ന ഇൻകത്തിന് ഏൺ ചെയ്യുന്ന ഇൻകത്തിന് 2023-24 അയാൾ ടാക്സ് അടയ്ക്കുന്നത്? അല്ല, തൊട്ടടുത്ത വർഷമാണ് എന്ത് ചെയ്യുന്നത്, അടയ്ക്കുന്നത്. ആ അടയ്ക്കുന്ന വർഷം ഏതായിരിക്കും? 2024-25 വർഷമായിരിക്കും എന്ത് ചെയ്യുന്നത്, അയാൾ ടാക്സ് എന്ത് ചെയ്യുന്നത്, പേ ചെയ്യുന്നത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഏതാണ് അസസ്മെൻ്റ് ഇയർ, ഏതാണ് പ്രീവിയസ് ഇയർ? ഇതാണ് അസസ്മെൻ്റ് ഇയർ. 2024-25 അസസ്മെൻ്റ് ഇയർ. 2023-24 അയാളുടെ പ്രീവിയസ് ഇയറിൽ. അപ്പം 2023-24 അയാൾ ഉണ്ടാക്കുന്ന ഇൻകത്തിന് 2024-25 ടാക്സ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പം പ്രീവിയസ് ഇയറും അസസ്മെൻ്റ് ഇയറും മനസ്സിലായല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ. എന്താണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞു, എന്താണ് അസസ്മെൻ്റ് ഇയർ എന്ന് പറഞ്ഞു, എന്താണ് പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞു. അപ്പോൾ നോക്കിക്കേ, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഈസ് ഡിറ്റർമൈൻഡ് ഫോർ, ഏത് വർഷത്തെയാണ് നമ്മൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്? പ്രീവിയസ് ഇയറും ഉണ്ട് അസസ്മെൻ്റ് ഇയറും ഉണ്ട്. അസസ്മെൻ്റ് ഇയറിലാണോ നമ്മൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കണ്ടുപിടിക്കുന്നത്? അല്ല, കാരണം ഏത് ഇയറിലാണ് അയാൾക്ക് ടാക്സ് ലയബിലിറ്റി വരുന്നത്? ഏത് ഇയറിലെ ഇൻകത്തിലാണ്? പ്രീവിയസ് ഇയറിലെ ഇൻകത്തിനാണ് അയാൾക്ക് എന്ത് ചെയ്യുന്നത്, ടാക്സ് ലയബിലിറ്റി വരുന്നത്. അപ്പം ആ ടാക്സ് എന്ത് ചെയ്യുവാണ്, അസസ്മെൻ്റ് ഇയറിൽ അടയ്ക്കുന്നു എന്നേ ഉള്ളൂ. അപ്പം ശരിക്കും 2023-24 പ്രീവിയസ് ഇയറിൽ അയാൾ ടാക്സ് അടയ്ക്കാൻ ലയബിൾ ആണോ എന്നുള്ള കാര്യം എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. അപ്പോൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, 2023-24 അയാൾ ലയബിൾ ആണോ അല്ലയോ എന്നുള്ള കാര്യം കണ്ടുപിടിക്കാൻ വേണ്ടി അയാൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആ വർഷം എടുക്കുന്നു. അപ്പോൾ അയാൾ റെസിഡൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആ വർഷത്തെ ടാക്സ് അയാൾ എന്ത് ചെയ്യണം, 2024-25 അസസ്മെൻ്റ് ഇയറിൽ എന്ത് ചെയ്യണം, അടയ്ക്കണം. അപ്പോൾ 2024-25 അടയ്ക്കുന്നതെന്നുണ്ടെങ്കിലും അയാൾ ടാക്സ് ലയബിലിറ്റി മെഷർ ചെയ്യുന്നത് ഏത് വർഷത്തെയാണ്, പ്രീവിയസ് ഇയറിലാണ്. അപ്പോൾ പ്രീവിയസ് ഇയറിലാണ് എന്ത് ചെയ്യുന്നത്, റെസിഡൻഷ്യൽ സ്റ്റാറ്റസും എന്ത് ചെയ്യുന്നത്, നോക്കുന്നത്. അപ്പോൾ എന്താണ് നമ്മുടെ ആൻസർ, എന്താണ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഏത് വർഷമാണ്, പ്രീവിയസ് ഇയറിലാണ് എന്ത് ചെയ്തേക്കുന്നത്, നമ്മുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് മെഷർ ചെയ്തേക്കുന്നത്. സോ അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഓപ്ഷൻ ബി ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ആണ് ആൻസർ. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഈസ് ഡിറ്റർമൈൻഡ് ഫോർ പ്രീവിയസ് ഇയർ. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഈസ് ഡിറ്റർമൈൻഡ് ഫോർ പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയറിലാണ് എന്ത് ചെയ്തേക്കുന്നത്, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഡിറ്റർമൈൻ ചെയ്തേക്കുന്നത്. അതാണ് ആൻസർ. അപ്പം ഈ ഒരു ക്വസ്റ്റ്യനിൽ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് എന്താണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കണം. അതേപോലെ തന്നെ അസസ്മെൻറ്റ് ഇയർ എന്താണ്, പ്രീവിയസ് ഇയർ എന്താണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഈ ഒരു ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഡാഷ് ഈസ് ദി ഹയസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റി ഫോർ ഇൻകം ടാക്സ് ഇൻ ഇന്ത്യ. ഇൻകം ടാക്സ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ഇൻകം ടാക്സിൽ ഹയസ്റ്റ് അതോറിറ്റി ആർക്കാണ് ഹയസ്റ്റ് അതോറിറ്റി ഉള്ളത്? ഓപ്ഷൻ എ ഫിനാൻസ് മിനിസ്റ്റർ, ഓപ്ഷൻ ബി CBDT, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ഡയറക്ടർ ഓഫ് ഇൻകം ടാക്സ്. 4 ഓപ്ഷൻസ് ആണുള്ളത്. ഇതിൽ ആരാണ് ഹയസ്റ്റ് അതോറിറ്റി, ഹയസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റി? ആർക്കായിരിക്കും ഹയസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റി ഉണ്ടാവുക? അതിൽ നിയമനിർമ്മാണവും കാര്യങ്ങളും നടത്തുന്ന ലോ ഫോം ചെയ്യാൻ അധികാരമുള്ള ആരാണോ അവരായിരിക്കും എന്തെന്ന് ഹയസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റി ഇൻകം ടാക്സിലുണ്ടാവുക. സോ അത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, CBDT, സെൻട്രൽ ബോർഡ് ഫോർ ഡയറക്റ്റ് ടാക്സ് ആണ്. ഡയറക്റ്റ് ടാക്സിൽ നിയമനിർമ്മാണം നടത്താനും അവിടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊണ്ടുവരാനും ലോസ് എൻഫോഴ്സ് ചെയ്യാനും അധികാരമുള്ള CBDT, സെൻട്രൽ ബോർഡ് ഫോർ ഡയറക്റ്റ് ടാക്സ്, അവർക്കാണ് എന്ത് ചെയ്തേക്കുന്നത്, അധികാരമുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്, ഓപ്ഷൻ ബി ആണ്, CBDT ആണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഹയസ്റ്റ് അതോറിറ്റി ഇന്ത്യയിൽ ഇൻകം ടാക്സിൽ അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റി ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ആൾക്കാണ്, നമ്മുടെ ഓപ്ഷൻ ഡി ആയിട്ടുള്ള CBDTക്ക് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഈസ് എക്സംപ്റ്റഡ് ഫ്രം ടാക്സ് അണ്ടർ ഡാഷ് ഓഫ് ഇൻകം ടാക്സ് ആക്ട് 1961. 1971 ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഏത് സെക്ഷൻ വഴിയാണ് എന്ത് ചെയ്തേക്കുന്നത്, എക്സംപ്റ്റ് ചെയ്തേക്കുന്നത്? അപ്പോൾ 4 ഓപ്ഷൻസ് ഉണ്ട്. സെക്ഷൻ 12 ഉണ്ട്, സെക്ഷൻ 16 ഉണ്ട്, സെക്ഷൻ 10 ഉണ്ട്, സെക്ഷൻ 15 ഉണ്ട്. അപ്പം ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ സി ആയിട്ടുള്ള സെക്ഷൻ 10 ആണ്.
അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർഷം അതായത് ഈ സെക്ഷൻ 10 എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ്. ഈ സെക്ഷൻ 10ൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള എക്സംഷൻസ് ഉണ്ടോ, ഏത് ഹെഡിൽ നിന്നുള്ള എക്സംഷൻ ആണെങ്കിലും അത് കൊടുത്തിരിക്കുന്ന ഇൻകത്തിനകത്ത് ഉള്ള എക്സംഷൻ, ഇൻകം ടാക്സിനകത്ത് വരുന്ന എക്സംഷൻസ് എല്ലാം പറഞ്ഞിരിക്കുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 10ലാണ്. അതിപ്പോൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആണെങ്കിലും ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിലും അതർ സോഴ്സ് ആണെങ്കിലും ഏത് ഹെഡ് ആണെന്നുണ്ടെങ്കിലും സെക്ഷൻ 10ലാണ് എന്ത് ചെയ്തേക്കുന്നത്? എക്സംഷൻ കൊടുത്തേക്കുന്നത്. ഇപ്പം ഹൗസ് പ്രോപ്പർട്ടിയിൽ എങ്ങനെയാണ് എക്സെപ്ഷൻ കൊടുത്തേക്കുന്നത്? അതായത് ചില കൈൻഡ് ഓഫ് ഇൻകം എന്ത് ചെയ്തിട്ടുണ്ട്? എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റീസ്, ആ യൂണിവേഴ്സിറ്റീസിൻ്റെ ഓഫീസ്, അതേപോലെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഓഫീസ്, ഇതിൽ നിന്ന് കിട്ടുന്ന ഇൻകം, അതേപോലെ തന്നെ അഗ്രികൾച്ചറൽ ബിസിനസ്സോട് ബന്ധപ്പെട്ട് നടത്തുന്ന ഫാം, അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം. സോ ഇങ്ങനെയുള്ള ഇൻകംസ് ഒക്കെ എന്താണ്? എക്സംപ്റ്റഡ് ആണ്. അതിന് എന്ത് ചെയ്യേണ്ട? ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല, നമുക്ക് എക്സംപ്ഷൻ കിട്ടിയിട്ടുള്ളതാണ്. സോ അങ്ങനെയുള്ള ഇൻകംസ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിക്കകത്ത്. അതേപോലെ ഓരോ ഹെഡിലും എന്ത് ചെയ്തിട്ടുണ്ട്? എക്സംഷൻ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഒരൊറ്റ സെക്ഷനിലാണ് പറയുന്നത്. ആ പറയുന്ന സെക്ഷനാണ് ഓപ്ഷൻ സി, സെക്ഷൻ 10 എന്ന് പറയുന്നത്. അപ്പം ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി മാത്രമല്ല, എന്ത് ഇൻകം ആണെന്നുണ്ടെങ്കിലും എക്സംഷനെ പറ്റിയിട്ട് പറഞ്ഞിരിക്കുന്നത് ഏത് സെക്ഷനാണ്? സെക്ഷൻ 10 ആണ്. മനസ്സിലായോ? അപ്പോൾ എന്ത് ചെയ്യാം? പിന്നെ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനകത്ത് ഇങ്ങനെ വന്നേക്കാം, അതായത് എന്താണ് ഇപ്പം സാലറി ഇൻകം എക്സംപ്റ്റ് ചെയ്തേക്കുന്നത് ഏത് സെക്ഷനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? സെക്ഷൻ 10 ആണ്. അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. എല്ലാ ഹെഡിനകത്തെയും എക്സംഷൻസിനെ പറ്റിയിട്ട് പറയുന്നത് സെക്ഷൻ 10ലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി അതോറിറ്റി ടു ലെവി ആൻഡ് കളക്ട് IGST. IGST പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പം CGST, SGST, IGST, ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. അപ്പം IGST ആരാണ് കളക്ട് ചെയ്യുന്നത്? അത് യൂണിയൻ ടെറിട്ടറീസ് ആണോ, സ്റ്റേറ്റ് ഗവൺമെൻറ് ആണോ, സെൻട്രൽ ഗവൺമെൻറ് ആണോ, അല്ലെങ്കിൽ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് ചേർന്നിട്ടാണോ എന്നുള്ള കാര്യമാണ് ചോദിച്ചേക്കുന്നത്. ഇതിനകത്ത് ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ? അപ്പം ഈ IGST എപ്പോഴാണ് കളക്ട് ചെയ്യുന്നത്? IGST എപ്പോഴാണ് കളക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം ആണ് നമ്മൾ നോക്കേണ്ടത്. IGST എപ്പോഴും കളക്ട് ചെയ്യുന്നത് ഇൻ്റർ സ്റ്റേറ്റ് ട്രാൻസാക്ഷനിലായിരിക്കും. ഇൻ്റർ സ്റ്റേറ്റ്, രണ്ട് സ്റ്റേറ്റുകൾ തമ്മിൽ ഗുഡ്സ് ആൻഡ് സർവീസ് സപ്ലൈ ചെയ്യുന്ന സമയത്ത് അവിടെ കളക്ട് ചെയ്യുന്നത് എന്തായിരിക്കും? IGST ആയിരിക്കും. അതാണ് ഇൻ്റർഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറയുന്നത്, IGST. അപ്പം അത് കളക്ട് ചെയ്യുന്നത് രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലാണ് എന്ത് ചെയ്തേക്കുന്നത്? രണ്ട് സ്റ്റേറ്റുകൾ തമ്മിലാണ്. ഒരു വിത്തിൻ ദ സ്റ്റേറ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ CGSTയും SGSTയും സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യും? കളക്ട് ചെയ്യും. അതേസമയം രണ്ട് സ്റ്റേറ്റുകൾ തമ്മിലാണ്, അല്ലെങ്കിൽ രണ്ട് യൂണിയൻ ടെറിട്ടറീസ് തമ്മിലാണ്, സ്റ്റേറ്റും യൂണിയൻ ടെറിട്ടറീസും തമ്മിലാണ് ട്രാൻസാക്ഷൻ നടക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും കളക്ട് ചെയ്യുക? അവിടെ SGSTയോ UTGSTയോ ഒന്നും എന്ത് ചെയ്യത്തില്ല, കളക്ട് ചെയ്ത് ഡയറക്റ്റ് കളക്ട് ചെയ്യുന്നത് എന്തായിരിക്കും? അത് IGST ആയിരിക്കും കളക്ട് ചെയ്യുക. അതാണ് പറയുന്നത്. അപ്പോൾ എന്താണ്, നമുക്ക് നിലവിൽ IGST കളക്ട് ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? ഒരു IGST ട്രാൻസാക്ഷനാണ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ IGST കളക്ട് ചെയ്യാനുള്ള അധികാരമുള്ളത് ആർക്കാണ്? സെൻട്രൽ ഗവൺമെൻറ്റിന് ആണ്. അപ്പോൾ ഓപ്ഷൻ സി, സെൻട്രൽ ഗവൺമെൻറ് ആണ് ശരിക്കുള്ള ആൻസർ. അപ്പോൾ ദ അതോറിറ്റി ടു ലെവി ആൻഡ് കളക്ട് IGST ഈസ് സെൻട്രൽ ഗവൺമെൻറ്. ഓപ്ഷൻ സി, സെൻട്രൽ ഗവൺമെൻറ്. നെക്സ്റ്റ്, എ രജിസ്റ്റേർഡ് പേഴ്സൺ ഷാൽ പേ GST ഓഫ് എ മന്ത്. GSTയിൽ രജിസ്റ്റേർഡ് പേഴ്സൺ ആയിട്ടുള്ളൊരു വ്യക്തി, അയാൾ എപ്പോഴാണ് GSTയുടെ ടാക്സ് പേ ചെയ്യുന്നതെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഒരു മന്തിൽ എല്ലാ മാസവും നമ്മൾ എന്ത് ചെയ്യുന്നു? GST ബില്ല് ചെയ്യുന്ന സമയത്ത് എപ്പോഴാണ് ഒരു മാസത്തെ ടാക്സ് നമ്മൾ അടയ്ക്കേണ്ടി വരിക? അപ്പം ഇപ്പം ഉദാഹരണം ജനുവരി മാസം 2024, ആ മാസം എന്ത് ചെയ്യണം? ആ മാസത്തെ GST പേ ചെയ്യണം. സോ അത് എപ്പോഴാണ് പേ ചെയ്യുക എന്നുള്ള കാര്യമാണ് ചോദിച്ചേക്കുന്നത്. കുറച്ച് നോക്കിയേ, അറ്റ് ദി എൻഡ് ഓഫ് ദ മന്ത്, അതായത് ജനുവരി 2024 ടാക്സ് ആ ഒരു മാസത്തിൻ്റെ
അവസാനം, അതായത് ജനുവരി 31 അടയ്ക്കും എന്നുള്ള കാര്യമാണ് ഫസ്റ്റ് പറഞ്ഞേക്കുന്നത്. സെക്കൻഡ് പറഞ്ഞേക്കുന്നത് ബിഗിനിങ് ഓഫ് ദ മന്ത്, ജനുവരി 1 അതായത് ജനുവരി 1 മുതൽ 31 വരെയുള്ള ട്രാൻസാക്ഷൻ്റെ GST എന്ത് ചെയ്യുന്നു, ജനുവരി 1 അടയ്ക്കുന്നു പറയുന്നു. അപ്പം ഇത് രണ്ടുമല്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. ജനുവരി 1 അല്ല, ജനുവരി 31 അല്ല എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ആദ്യമേ തന്നെ മനസ്സിലായി. 2 ഓപ്ഷൻസ് പോയി കിട്ടിയിട്ടുണ്ട്. ഇനി എന്താണ് 2 ക്വസ്റ്റ്യൻസ് ഉള്ളത്. ജനുവരി 15, അതായത് 15th ഓഫ് ദ നെക്സ്റ്റ് മന്ത്, ജനുവരി കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് മാസം, ആ മാസത്തിൻ്റെ 15-ാം തീയതി, ആ മാസത്തിൻ്റെ 20-ാം തീയതി, അങ്ങനെ 2 ഓപ്ഷൻസ് ഉള്ളത്. നമുക്ക് 2 ഓപ്ഷൻസ് എന്താണ്, ജനുവരി കഴിഞ്ഞ നെക്സ്റ്റ് മാസം ഏതാണ്, ഫെബ്രുവരി 15-നോ ഫെബ്രുവരി 20-നോ ആയിരിക്കും അടയ്ക്കുന്നത്. ഇതിൽ ഏതാണ് ശരിക്കുള്ള ആൻസർ, ശരിയായിട്ടുള്ള ആൻസർ ഏതാണ്, 15 ആണോ 20 ആണോ എന്നുള്ള കാര്യത്തിൽ മാത്രമേ എന്തുള്ളൂ, കൺഫ്യൂഷൻ ഉള്ളൂ. അപ്പോൾ ശരിയായിട്ടുള്ള ആൻസർ ഏതാണ്, ഓപ്ഷൻ ഡി ആണ്, ഓൺ 20th ഓഫ് ദി നെക്സ്റ്റ് മന്ത്. അപ്പം GST നമ്മൾ കളക്ട് ചെയ്യുന്നത്, ഓരോ മാസത്തെ GST നമ്മൾ കളക്ട് ചെയ്ത് പേ ചെയ്യുന്നത് ഏത് മാസമായിരിക്കും, ജനുവരി, മീൻസ് ഏത് മാസത്തെ ആണോ നമ്മൾ GST അടയ്ക്കേണ്ടത് അതിന് ശേഷമുള്ള നെക്സ്റ്റ് മന്തിലെ 20-ാം തീയതി ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പേ ചെയ്യേണ്ടത്. അപ്പോൾ മനസ്സിലായോ, GST വഴിയാണ് പറയുന്നത്. GST രജിസ്റ്റേർഡ് പേഴ്സൻ്റെ കാര്യമാണ് പറയുന്നത്. GST രജിസ്റ്റർ ചെയ്തിട്ടുള്ളൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ നെക്സ്റ്റ് മന്തിൽ 20th നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പേ ചെയ്യേണ്ടത്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് ദി ഫണ്ടിങ് ഒബ്ജക്റ്റീവ് ഓഫ് IBRD? IBRDയുടെ ഫണ്ടിങ് ഒബ്ജക്റ്റീവ് അല്ലാത്തത് ഏതാണെന്നാണ്. അപ്പോൾ എന്താണ് IBRD, ഇൻ്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്. അപ്പം ഇൻ്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ബാങ്കിൻ്റെ ഫണ്ടിങ് ഒബ്ജക്റ്റീവിൻ്റെ അല്ലാത്തത് ഏതാണ്, ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് അവർ ഫണ്ട് കൊടുക്കുന്നത്? താഴെ പറയുന്ന 4 ക്രൈറ്റീരിയയിൽ ഒരെണ്ണം എന്തല്ല, അവിടെ ഫണ്ടിങ് ക്രൈറ്റീരിയ അല്ല. ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യാറില്ല, IBRD എന്ന് പറയുന്ന ബാങ്ക് ഫണ്ട് കൊടുക്കാറില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏതാണത്? ഫസ്റ്റ്, ടു പ്രൊവൈഡ് ഫണ്ട്സ് ടു ബോറോവേഴ്സ് അറ്റ് ദ പോസിബിൾ ലോവസ്റ്റ് കോസ്റ്റ് ത്രൂ മാനിപ്പുലേറ്റിംഗ് ദി കറൻസി മിക്സ്. അപ്പം എന്താണ്, ടു പ്രൊവൈഡ് ദ ഫണ്ട്സ് ടു ബോറോവേഴ്സ്, ബോറോവേഴ്സ് എന്ത് ചെയ്യുക, ഫണ്ട് പ്രൊവൈഡ് ചെയ്യുക അറ്റ് ദ പോസിബിൾ ലോവസ്റ്റ് കോസ്റ്റ് ത്രൂ മാനിപ്പുലേറ്റിംഗ് ദ കറൻസി മിക്സ്. കറൻസി മിക്സ് മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് ലോവസ്റ്റ് കോസ്റ്റിൽ എന്ത് ചെയ്യുക, ബോറോവേഴ്സിന് ഫണ്ട് കൊടുക്കുക എന്നുള്ളത് എന്താണ്, IBRDയുടെ ഒരു ഫങ്ഷനാണ്. പിന്നെന്താണ്, ടു പ്രൊവൈഡ് ആൻ appropriate degree of maturity transformation between borrowing and lending. അതായത് ഒരു മെച്യൂരിറ്റി ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ടുള്ള ബോറോവിങ് ലെൻഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഡിഗ്രി ഓഫ് മെച്യൂരിറ്റി ട്രാൻസ്ഫോർമേഷൻ എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് എന്താണ്, IBRDയുടെ ഒരു ഫംഗ്ഷനാണ്. ടു മേക്ക് ഷുവർ ഓഫ് ദ അവൈലബിലിറ്റി ഓഫ് ഫണ്ട്സ് ഇൻ ദ മാർക്കറ്റിൽ ഫണ്ട് അവൈലബിൾ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് പിന്നെ ഒരു ഒബ്ജക്റ്റീവാണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ 3 എണ്ണവും ഒബ്ജക്റ്റീവാണ്. അപ്പം ഇതിനകത്ത് പെടാത്ത എന്താണ്, ഇതിനകത്ത് വരാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻ ബി ആണ്. എന്താണ്, ടു പ്രൊവൈഡ് ഷോർട്ട് ടേം അസിസ്റ്റൻസ് ടു കറക്റ്റ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഡിസെക്വിലിബ്രിയം ഓഫ് മെമ്പർ കൺട്രീസ്. അപ്പോൾ എന്താണ് ബാലൻസ് ഓഫ് പേയ്മെൻ്റ് ആയിട്ട് പറയുന്നത്? ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്താണ്, ഇമ്പോർട്ടും എക്സ്പോർട്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അതായത് എക്സ്പോർട്ടിനെക്കാട്ടിലും പിന്നെ കൂടുതലാണ് ഇമ്പോർട്ട് എന്ന് പറയുമ്പം അതിനാണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഡിസെക്വിലിബ്രിയം വരുന്ന സമയത്ത് മെമ്പർ കൺട്രീസിന് ഫണ്ട് കൊടുക്കും എന്നാണ് എന്ത് ചെയ്തേക്കുന്നത്, പറഞ്ഞേക്കുന്നത്. പക്ഷേ അതെന്തല്ല, IBRDയുടെ ഒരു ഫങ്ഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു ഫണ്ടിങ് ഒബ്ജക്റ്റീവ് അല്ല. എന്തെന്ന് പറയുന്നത് ഡിസെക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഡിസെക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് IBRDയുടെ ഒരു ഫങ്ഷനായിട്ട് വരുന്നതല്ല, അവിടെ ഒരു ഫണ്ടിങ് ഒബ്ജക്റ്റീവായിട്ട് വരുന്നതല്ല. സോ അതുകൊണ്ട് ഉത്തരം എന്താണ്, ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ആൻസർ. നെക്സ്റ്റ്, ജപ്പാൻ സെൽസ് ഇറ്റ്സ് ഇലക്ട്രോണിക് പ്രോഡക്ട്സ് അറ്റ് എ ഹൈ പ്രൈസ് ഇൻ ജപ്പാൻ ആൻഡ് സെൽസ് ദ സെയിം പ്രോഡക്റ്റ് കൺസിസ്റ്റൻ്റ്ലി അറ്റ് ലോ പ്രൈസ് ഇൻ USA ആൻഡ് ഇന്ത്യ. സി ഇതെന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ഇതാണ്, ജപ്പാൻ അവരുടെ രാജ്യത്ത് ഇലക്ട്രോണിക് പ്രോഡക്റ്റുകൾ ഹൈ പ്രൈസിലും USA-ലും ഇന്ത്യയിലും ലോ പ്രൈസിലും വിൽക്കുന്നുണ്ട്. അതാണെന്നുണ്ടെങ്കിൽ ഇത് ഏത് ടൈപ്പ് ഓഫ് ഡംപിങ് ആണ്? അപ്പോൾ എന്താണ് ഡംപിങ് എന്ന് പറയുന്നത്? നോർമലി കുറഞ്ഞ വിലയ്ക്ക് എന്ത് ചെയ്യുന്നു, നമ്മൾ
ഒരു രാജ്യം മറ്റൊരു രാജ്യത്ത് പ്രോഡക്റ്റുകൾ വിൽക്കുന്നതാണ് വളരെ ചെറിയ വിലയ്ക്ക്, വളരെ ഒരു ഡംപ് ചെയ്ത് കളയുന്നത് ഒരു പ്രോസസ്സാണ്. അവോയ്ഡ് ചെയ്യുക, ആ ഒരു പർട്ടിക്കുലർ ഐറ്റം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വളരെ കുറഞ്ഞ വിലയ്ക്ക് മറ്റൊരു രാജ്യത്ത് വിൽക്കുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഡംപിങ് എന്ന് പറയുന്നത്. സോ ആ ഡംപിങ്ങിൻ്റെ കാര്യം വരുമ്പോൾ ഇതിൽ 4 ടൈപ്പ് ഓഫ് ഡംപിങ് പറയുന്നുണ്ട്. ഈ ഡംപിങ്ങിൽ ഏതാണ് ഈ ഒരു ക്രൈറ്റീരിയയുമായിട്ട് മാച്ച് ചെയ്തേക്കുന്നത്? ഇവിടുത്തെ പ്രത്യേകത എന്താണ്? ഡംപ് ചെയ്യുന്ന സമയത്ത് അതൊരു സെയിൽ ചെയ്യാൻ പറ്റുന്ന ഐറ്റമാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, ജപ്പാനിൽ വളരെ കൂടിയ വിലയ്ക്ക് വിൽക്കുന്നുണ്ട്, നല്ല വിലയ്ക്ക് ജപ്പാനിൽ വിൽക്കുന്നുണ്ട്, ജപ്പാൻ തന്നെ. അതേസമയം അമേരിക്കയിലും ഇന്ത്യയിലും എന്ത് ചെയ്യുന്നുണ്ട്, ചീപ്പായിട്ടുള്ള വിലയിൽ എന്ത് ചെയ്യുന്നുണ്ട്, വിൽക്കുന്നുണ്ട്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ക്രൈറ്റീരിയ മാച്ച് ചെയ്യുന്നത് ഏത് ടൈപ്പ് ഓഫ് ഡംപിങ് ആണ്? ആൻസർ ഇതാണ്, പെർസിസ്റ്റൻ്റ് ഡംപിങ്. ഓപ്ഷൻ ഡി പെർസിസ്റ്റൻ്റ് ഡംപിങ് ആണ്. അപ്പോൾ പെർസിസ്റ്റൻ്റ് ഡംപിങ് എന്ന് പറയുമ്പം ഒരു രാജ്യം അതേ രാജ്യത്ത് എന്ത് ചെയ്യുന്നു, കൂടിയ വിലയ്ക്ക് ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് വിൽക്കുകയും എന്നാൽ സെയിം പ്രോഡക്റ്റ് ആ രാജ്യത്തിന് പുറത്ത് മറ്റ് രാജ്യങ്ങളിൽ എന്ത് ചെയ്യുന്നു, കുറഞ്ഞ വിലയിലും വിൽക്കുന്നു. ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് എന്ത്, പെർസിസ്റ്റൻ്റ് ഡംപിങ് എന്ന് പറയുന്നത്. അപ്പം ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, പെർസിസ്റ്റൻ്റ് ഡംപിങ്. നെക്സ്റ്റ്, ദിസ് ഓപ്ഷൻ ക്യാൻ ബി എക്സർസൈസ്ഡ് ഓൺലി ഓൺ ദി എക്സർസൈസ് ഡേറ്റ്. അപ്പം ഓപ്ഷൻ്റെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, ഓപ്ഷൻ്റെ കാര്യമാണ് പറയുന്നത്. അതായത് എക്സർസൈസ് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എക്സർസൈസ് ഡേറ്റിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു ഓപ്ഷൻ വിൽക്കാൻ പറ്റുള്ളൂ എന്നൊരു കണ്ടീഷൻ വെച്ചിരിക്കുന്നത് ഏതിനെയാണ് എന്നുള്ള കാര്യമാണ് പറയുന്നത്. 4 ഓപ്ഷനാണുള്ളത്. കോൾ ഓപ്ഷൻ, പുട്ട് ഓപ്ഷൻ, യൂറോപ്യൻ ഓപ്ഷൻ, അമേരിക്കൻ ഓപ്ഷൻ. 4 ഓപ്ഷൻ ഇതാണ് ഉള്ളത്. അപ്പം കാൾ ഓപ്ഷൻ എന്താണെന്ന് അറിയാം, ബൈ ചെയ്യാനുള്ളതാണ്. പുട്ട് ഓപ്ഷൻ എന്ന് വെച്ചാൽ സെല് ചെയ്യാനുള്ളതാണ്. ആൻഡ് യൂറോപ്യൻ ഓപ്ഷനുണ്ട്, അമേരിക്ക ഓപ്ഷനുണ്ട്. ഇതിനകത്ത് 2 വരുന്നത്. കാരണം ഒന്നിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഒരു മെച്യൂരിറ്റി ഡേറ്റ് വരുന്നുണ്ട്, ഒരു എക്സസൈസ് ഡേറ്റ് വരുന്നുണ്ട്. അപ്പം എക്സസൈസ് ഡേറ്റ് 1/1/2024 എന്നൊരു ഡേറ്റ് വരുവാണെന്നുണ്ടെങ്കിൽ ആ ഓപ്ഷൻ ഫുൾഫിൽ ചെയ്യാൻ നമുക്ക് 2 രീതികളുണ്ട്. ഒന്നുകിൽ 1/1/2024 മാത്രമേ നമുക്ക് ആ ഒരു നമ്മുടെ ആ ഓപ്ഷൻ നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ളത് ഒരു ഓപ്ഷനുണ്ട്. രണ്ടാമത്തേന്ന് പറയുന്നത് ഈ 1/1/2024 മുന്നേ ഏത് ഡേറ്റിൽ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു കോൺട്രാക്റ്റ് എൻ്റർ ചെയ്ത് ഏത് ഡേറ്റിൽ വരെയും, അതായത് 1/1/2024 മുമ്പുള്ള ഏത് ഡേറ്റിൽ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഓപ്ഷൻ നമുക്ക് വിൽക്കാനുള്ള ഓപ്ഷനുണ്ട്, അല്ലെങ്കിൽ അത് ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്കുണ്ട്. അതാണ് സെക്കൻഡ്. അപ്പം ഇതിനകത്ത് നമ്മളിപ്പോൾ ചോദിച്ചിരിക്കുന്നത് ഏതാണ്, ആ ഒരു സ്പെസിഫിക് എക്സസൈസ് ഡേറ്റ് ഉണ്ട്, ആ ഡേറ്റിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ആ ഒരു ഓപ്ഷൻ ഫുൾഫിൽ ചെയ്യാൻ പറ്റുള്ളൂ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഉത്തരം? ഓപ്ഷൻ സി ആണ്, യൂറോപ്യൻ ഓപ്ഷൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾ രണ്ടാമത് പറഞ്ഞ ഏതാണ്? അമേരിക്ക ഓപ്ഷൻ. അമേരിക്ക ഓപ്ഷനകത്ത് എങ്ങനെയാണ്? അമേരിക്ക ഓപ്ഷനകത്ത് നമുക്ക് ഏത് ഡേറ്റിൽ വേണമെങ്കിലും എന്ത് ചെയ്യാം, നമുക്ക് എക്സസൈസ് ചെയ്യാനായിട്ട് പറ്റും. ആ മെച്യൂരിറ്റി ഡേറ്റ് വരെ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം, എപ്പോഴാണോ നമുക്ക് താല്പര്യമുള്ളത് ആ സമയം നമുക്ക് എക്സസൈസ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ യൂറോപ്യൻ ഓപ്ഷനകത്ത് എന്തില്ല, അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. നമ്മൾ എന്ത് ചെയ്തേ പറ്റുള്ളൂ, ആ ഒരു എക്സസൈസ് ഡേറ്റ് വരെ വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ. എക്സസൈസ് ഡേറ്റ് ആയതിനു ശേഷം മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഓപ്ഷൻ നമുക്ക് ട്രാൻസാക്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻഡ് ചെയ്യാനായിട്ട് പറ്റും. സോ അതുകൊണ്ട് ഓപ്ഷൻ സി എന്താണ്, യൂറോപ്യൻ ഓപ്ഷനാണ് അതിൻ്റെ ആൻസർ. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദി ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് ട്രൂ അബൌട്ട് സ്ട്രാറ്റജി. സ്ട്രാറ്റജി എന്ന് പറയുന്നതിനോട് ട്രൂ ആയിട്ട് അല്ലാത്തത് ഏതാണ്? നോട്ട് ട്രൂ. സ്ട്രാറ്റജിയിൽ മായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ താഴെ പറയുന്നതിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്നല്ല സ്ട്രാറ്റജിയുമായിട്ട് ബന്ധമുള്ളതല്ല. സോ അങ്ങനെയാണെങ്കിൽ ഏതാണത്? ഫസ്റ്റ്, ഡിറ്റർമൈനിങ് what and why aspects of actions. Second one, prescribes direction for actions. Third one, derived from organizational objectives. It indicates the destination. ഇത് 4 ഓപ്ഷൻസ് ആണുള്ളത്. ഇതിലേതാണ് സ്ട്രാറ്റജിയുമായിട്ട് ബന്ധമില്ലാത്തത്, അല്ലെങ്കിൽ സ്ട്രാറ്റജിയുമായിട്ട് പറയുകയാണെങ്കിൽ ട്രൂ അല്ലാത്തത്? ഉത്തരം ഓപ്ഷൻ സി ആണ്. ഏതാണ്?
ഡിറൈവ്ഡ് ഫ്രം ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സിൽ നിന്നും ഡിറൈവ് ചെയ്യുന്നതാണ് പിന്നെ സ്ട്രാറ്റജി എന്നാണ് എന്ത് ചെയ്തേക്കുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത് ശരിയായിട്ടുള്ള കാര്യമാണോ? അല്ല. നമ്മുടെ ഓർഗനൈസേഷനിലെ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുന്നത് തന്നെ എങ്ങനെയാണ്? സ്ട്രാറ്റജിക്കൽ മെത്തേഡ്സിലൂടെയാണ്. അപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ ഒരു ഓപ്ഷൻ എന്താണ്? തെറ്റാണ്. ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സിൽ നിന്നല്ല എന്ത് ചെയ്യുന്നത്? സ്ട്രാറ്റജി ഡിറൈവ് ചെയ്യുന്നത്. ആ ഒരു ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ് ഫിക്സ് ചെയ്യുന്നതിലേക്ക് ഡിറൈവ് ചെയ്യുന്നതിലേക്ക് ലീഡ് ചെയ്യുന്നത് എന്താണ്? സ്ട്രാറ്റജിയാണ്. സ്ട്രാറ്റജിക് മാനേജ്മെൻ്റ് ആണ്. അതുകൊണ്ട് എന്ത് പറയാം? ഈ ഒരു ക്വസ്റ്റ്യൻ എന്തല്ല, ഈ ഒരു ഓപ്ഷനാണ് തെറ്റായിട്ടുള്ള ആൻസർ. ഓക്കെ. അപ്പം അടുത്തത്, അക്കോർഡിംഗ് ടു എയ്സ്ബർഗ്സ് മോട്ടിവേഷൻ ഹൈജീൻ തിയറി, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ മോട്ടിവേറ്റിംഗ് ഫാക്ടർ? അപ്പം ഹെയ്സൻബർഗിൻ്റെ മോട്ടിവേഷൻ ഹൈജീൻ തിയറി പ്രകാരം ഏതാണ് ശരിക്കും മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ഫാക്ടർ? അപ്പം നമ്മൾ എന്ത് ചെയ്യുക? അത് പറഞ്ഞേക്കുന്നത് ഹെയ്സൻബർഗിൻ്റെ മോട്ടിവേഷൻ ഹൈജീൻ തിയറിയാണ്. സോ അതിനകത്ത് വർക്ക് ഇറ്റ് സെൽഫ് ഉണ്ട്, ഓപ്ഷൻ എ. കമ്പനി ബി, ഓപ്ഷൻ ബി എന്ന് പറയുന്നത് കമ്പനി പോളിസി ഉണ്ട്, ജോബ് സെക്യൂരിറ്റി ഉണ്ട്, ആൻഡ് ഡി ഇൻ്റർപേഴ്സണൽ റിലേഷൻസ് ഉണ്ട്. ഇതിനകത്ത് ശരിയായിട്ടുള്ള ആൻസർ ഏതാണ്? അതായത് ഹെയ്സൻബർഗിൻ്റെ മോട്ടിവേഷൻ ഹൈജീൻ തിയറിയിൽ വരുന്ന ഏതാണ്? വർക്ക് ഇറ്റ് സെൽഫ്. അപ്പം വർക്ക് ഇറ്റ് സെൽഫ് എന്നുള്ള ഇതാണ് നമ്മുടെ ഓപ്ഷനാണ് ഹൈസൻബർഗിൻ്റെ മോട്ടിവേഷൻ ഹൈജീൻ തിയറിയിൽ എന്ത് ചെയ്യുന്നത്? വരുന്നത്. അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ, വർക്ക് ഇറ്റ് സെൽഫ്. ബാക്കി മൂന്നും എന്തിനകത്ത് വരുന്നതല്ല? ഹൈസൻബർഗിൻ്റെ മോട്ടിവേഷണൽ ഹൈജീൻ തിയറിയിൽ വരുന്നതല്ല. നെക്സ്റ്റ് നോക്കിക്കേ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? മാനേജറിയൽ ഗ്രിഡ് ഹാസ് ബീൻ ഡെവലപ്ഡ് ബൈ. മാനേജറിയൽ ഗ്രിഡ് ഡെവലപ്പ് ചെയ്തേക്കുന്നത് ആരാണ്? 4 ഓപ്ഷൻസ് ആണുള്ളത്. ഓപ്ഷൻ എ എൽട്ടൺ മായോ, ഓപ്ഷൻ ബി റെൻസി സിലിക്കട്ട്, ഓപ്ഷൻ സി ബ്ലേക്ക് ആൻഡ് മൗണ്ടൺ, ഓപ്ഷൻ ഡി WJ റെഡീൻ. ഈ 4 പേരിൽ ആരാണ് മാനേജറിയൽ ഗ്രിഡ് ഡെവലപ്പ് ചെയ്തേക്കുന്നത്? ആരാണ് ഡെവലപ്പ് ചെയ്തേക്കുന്നത്? മാനേജർ ഗ്രിഡിൻ്റെ ഡെവലപ്പർ എന്ന് പറഞ്ഞാൽ ആരാണ്? ബ്ലേക്ക് ആൻഡ് മൗണ്ടൺ ആണ്. ബ്ലേക്ക് ആൻഡ് മൗണ്ടൺ ആണ് മാനേജർ ഗ്രിഡ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻറ്റേർണൽ ഫെയിലിയർ കോസ്റ്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ്. ഇൻറ്റേർണൽ ഫെയിലിയർ കോസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതാണ്? അപ്പം ഇൻറ്റേർണൽ ഫെയിലിയർ കോസ്റ്റ് എന്ന് പറയുമ്പം ആ ഒരു പ്രോഡക്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? കസ്റ്റമറുടെ കയ്യിലെത്തുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ ഡിഫക്റ്റ് കാരണം സംഭവിച്ചിരിക്കുന്ന കോസ്റ്റ്, കുറച്ച് ഡിഫക്റ്റ് സംഭവിക്കുന്നു, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു എക്സ്ട്രാ കോസ്റ്റുകൾ ആവുന്നു. സോ അതിനെയാണ് എന്ന് പറയുന്നത് ഇൻറ്റേർണൽ ഫെയിലിയർ കോസ്റ്റ് എന്ന് പറയുന്നത്. സോ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ കോസ്റ്റ് എപ്പോഴാണ് വരുന്നത്? ആ ഒരു പ്രോഡക്റ്റ് കസ്റ്റമറുടെ കയ്യിൽ എത്തുന്നതിന് മുന്നേ ഉണ്ടാകുന്ന കോസ്റ്റുകളാണ് ഇതിനകത്ത് വരുന്നത്, ഇൻറ്റേർണൽ ഫെയിലിയർ കോസ്റ്റിനകത്ത് വരുന്നത്. അപ്പോൾ നമ്മൾ എന്താ ആലോചിക്കേണ്ടത്? അതായത് ഈ പറഞ്ഞിരിക്കുന്ന കോസ്റ്റുകളിനകത്ത് കസ്റ്റമറുടെ കയ്യിൽ എത്തുന്നതിന് മുന്നേ ഉണ്ടായിരിക്കുന്ന കോസ്റ്റുകൾ ഏതാണ്, കസ്റ്റമറിൻ്റെ കയ്യിൽ എത്തിയതിന് ശേഷം ഉണ്ടാക്കുന്ന കോസ്റ്റുകൾ ഏതാണ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ദ വേസ്റ്റ് ടൈം എന്ന് പറയുന്നത് എന്തല്ല, നമുക്ക് പിന്നെ കസ്റ്റമറുടെ കയ്യിൽ എത്തുന്നതല്ല, കസ്റ്റമറുടെ കയ്യിൽ എത്തുന്നതിന് മുമ്പേ ഉള്ളതാണ് വേസ്റ്റ് ടൈം. നമുക്ക് എന്ത് ചെയ്യാം? അത് നമുക്ക് ഒഴിവാക്കാം. കാരണം വേസ്റ്റ് ടൈം എന്ന് പറയുന്നത് എന്താണ്? വേസ്റ്റ് ടൈം എന്ന് പറയുന്നത് കസ്റ്റമറുടെ കയ്യിൽ ആ പ്രോഡക്റ്റ് എത്തുന്നതിന് മുമ്പ് നമുക്കുണ്ടാകുന്ന കോസ്റ്റാണ്. ഓക്കെ. പിന്നെ മിസ്ഡ് മൈൽ സ്റ്റോണ്, അതും പിന്നെ എന്താണ്? കസ്റ്റമറുടെ കയ്യിൽ എത്തുന്നതിന് മുന്നേ ഉള്ളതാണ്. ദ ഓവർ ടൈം ടു ഗെറ്റ് ബാക്ക് ഓൺ ടു ഷെഡ്യൂൾ, ഓവർ ടൈം വർക്ക് എടുക്കേണ്ടി വന്നു, അതിൻ്റെ കോസ്റ്റ് വരുന്നുണ്ട്. അതും പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തതിന് മുമ്പുള്ളതാണ്. സോ അതും വരത്തില്ല. പിന്നെ ലാസ്റ്റ് എന്താണ്? കസ്റ്റമർ സർവീസ് കോസ്റ്റ്. അപ്പോൾ കസ്റ്റമർ സർവീസ് കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? കസ്റ്റമറുടെ കയ്യിൽ വന്നതിന് ശേഷം അവർക്ക് വേണ്ടിയിട്ട് സർവീസ് നമ്മൾ കൊടുക്കേണ്ടി വരുന്ന സമയത്തുണ്ടാവുന്നതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കസ്റ്റമർ സർവീസ് കോസ്റ്റിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻറ്റേർണൽ ഫെയിലിയർ കോസ്റ്റിനകത്ത് എന്ത് ഇൻക്ലൂഡ് ചെയ്യത്തില്ല? കസ്റ്റമർ സർവീസ് കോസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യത്തില്ല. അപ്പം ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി, കസ്റ്റമർ സർവീസ് കോസ്റ്റ് ആണ്
ശരിയായിട്ടുള്ള ആൻസർ. അപ്പോൾ കസ്റ്റമർ സർവീസ് കോസ്റ്റ്. അപ്പോൾ കസ്റ്റമർ സർവീസ് കോസ്റ്റ് എങ്ങനെയാണ് നമ്മൾ വന്നേക്കുന്നത്, അതെങ്ങനെ നമ്മൾ കണ്ടുപിടിച്ച് ചെയ്യുന്നത്? കസ്റ്റമർ സർവീസ് കോസ്റ്റ് എന്തുകൊണ്ടാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്തത്? അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നമ്മൾ കസ്റ്റമർ സർവീസ് കോസ്റ്റ് എന്ന് പറയുന്നത് പ്രോഡക്റ്റ് നമ്മുടെ കയ്യിൽ നിന്ന് ഡെലിവർ ആയതിനു ശേഷം വരുന്ന കോസ്റ്റാണ്. അത് നമുക്ക് എന്തിനകത്ത് ഇൻക്ലൂഡ് ചെയ്തില്ല? നമ്മുടെ ഇൻറ്റേർണൽ ഫെയിലിയർ കോസ്റ്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്യില്ല. അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഗേറ്റ് കീപ്പേഴ്സ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് ഇൻ ഇന്ത്യ ആർ ഓപ്ഷൻ 1 SEBI, ഓപ്ഷൻ 2 RBI, ഓപ്ഷൻ 3 ഓഡിറ്റേഴ്സ് ആൻഡ് ഓപ്ഷൻ 4 ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. അതായത് കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ഗേറ്റ് കീപ്പേഴ്സ് ആരൊക്കെയാണ് കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ഗേറ്റ് കീപ്പേഴ്സ്? അപ്പം നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? സെബി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ കോർപ്പറേറ്റ് ഗവേണൻസ് ഇൻ ഇന്ത്യ കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ഗേറ്റ് കീപ്പറായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആളാണ് എന്തെന്ന് പറയുന്നത്? സെബി എന്ന് പറയുന്നത്. അപ്പോൾ സെബി ശരിയാണ്. സെക്കൻഡ് ഓപ്ഷൻ എന്താണ്? RBI എന്താണ്? കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ഗേറ്റ് കീപ്പറായിട്ട് കൺസിഡർ ചെയ്യുന്ന ആൾക്കാരാണ്. സോ RBI നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നു. ആൻഡ് തേർഡ് എന്താണ്? ഓഡിറ്റേഴ്സ്. അപ്പോൾ കോർപ്പറേറ്റ് ഗവേണൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ ആർക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പങ്കുണ്ട്, ഓഡിറ്റേഴ്സിനും പങ്കുണ്ട്. അതുകൊണ്ട് നമുക്ക് ആരെയും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും? നമുക്ക് ഓഡിറ്റേഴ്സിനെ ഓൾസോ വി ക്യാൻ ഇൻക്ലൂഡ് ഇൻ ഗേറ്റ് കീപ്പേഴ്സ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് ആണ്. നെക്സ്റ്റ് നോക്കിക്കേ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. അപ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്ന ആരാണ്? ഒരു കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ്. നമുക്ക് അവരെ എന്ത് ചെയ്യാൻ പറ്റില്ല? ഗേറ്റ് കീപ്പേഴ്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന ആളുകളല്ല ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ ആൻസേഴ്സാണ് ശരി? 1, 2, 3. ആദ്യത്തെ 3 1, 2, 3 ആണ് ശരിയായിട്ടുള്ളത്. അപ്പം 1, 2, 3 ശരിയായിട്ട് വന്നിരിക്കുന്നത് എവിടെയാണ്? ഓപ്ഷൻ സി ആണ്. ഓൺലി 1, 2 ആൻഡ് 3. അപ്പം ശരിയായിട്ടുള്ള ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, ഐഡൻറ്റിഫൈ ദി ആർഗ്യുമെൻറ്റ് അഗെയിൻസ്റ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ്. ഓപ്ഷൻ എ ലോങ് റൺ പ്രോഫിറ്റ്, പബ്ലിക് ഇമേജ്, സ്റ്റേക്ക് ഹോൾഡർ ഇൻട്രസ്റ്റ് ആൻഡ് ഡി ടു മച്ച് പവർ. അതായത് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്, അതേപോലെ തന്നെ സപ്പോർട്ടീവായിട്ടുള്ള ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ്? എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഇതുള്ളത് ഏതാണ്? എഗെയിൻസ്റ്റ്, അതായത് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഫോളോ ചെയ്യരുത് എന്നുള്ളൊരു കാര്യം പറയുന്നതിന് എഗെയിൻസ്റ്റ് ആയിട്ട് പറയുന്ന പോയിൻറ്റ്സ് ഏതാണ്? ഫസ്റ്റ് നോക്കിക്കാൻ, ലോങ് റൺ പ്രോഫിറ്റ്. നമ്മളിപ്പം കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോഫിറ്റ് ലോങ് റണ്ണിൽ ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതെന്താണ്? CSRനെ സപ്പോർട്ട് ചെയ്യുന്നൊരു പോയിൻ്റാണ്, ഫാക്ടറാണ്. അപ്പോൾ അതല്ല. സെക്കൻഡ് എന്താണ്? പബ്ലിക് ഇമേജ് ഇൻക്രീസ് ചെയ്യുമെന്ന് പറയുന്നത് എന്താണ്? CSRനെ സപ്പോർട്ട് ചെയ്യുന്നൊരു പോയിൻ്റാണ്. അപ്പോൾ അതെന്തല്ല? പബ്ലിക് ഇമേജും അല്ല. തേർഡ് എന്താണ്? സ്റ്റേക്ക് ഹോൾഡറുടെ ഇൻട്രസ്റ്റ്. അപ്പോൾ സ്റ്റേക്ക് ഹോൾഡർ ഇൻട്രസ്റ്റ് ആയിരിക്കുമല്ലോ CSR ഫോളോ ചെയ്യുക എന്നുള്ളത്. അതും എന്താണ്? സപ്പോർട്ട് ചെയ്യുന്നൊരു ഫാക്ടറാണ്. അപ്പോൾ ഇത് 3 അല്ല. നെക്സ്റ്റ് എന്താണ്? ടു മച്ച് പവർ. അതായത് നമ്മൾ CSR ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? ഒരു ഡിസിഷൻ പവറും കാര്യങ്ങളും ഒക്കെ ആരിലേക്ക് കിട്ടും? കമ്പനികളിലേക്ക് കിട്ടും, ഓർഗനൈസേഷനിൽ കിട്ടും. അവർക്ക് അധികാരം കൂടുന്നു, പവർ കൂടുതൽ വരാനുള്ള സാധ്യതയുണ്ട്. അതൊരു നെഗറ്റീവായിട്ട് സൊസൈറ്റിയിൽ വരാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ള കാര്യമാണ് ടു മച്ച് പവർ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. സോ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് എന്തിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്? മീൻസ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ശരിക്കുള്ള ആൻസർ ഏതാണ്? ടു മച്ച് പവർ. ഓപ്ഷൻ ഡി ടു മച്ച് പവറാണ്. അപ്പം സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. കാരണം എന്താണ്? ബാക്കി മൊത്തം എന്താണ്? കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്ക് സപ്പോർട്ടീവായിട്ടുള്ള ഫാക്ടേഴ്സാണ്. പക്ഷേ എന്താണ്? ഓപ്ഷൻ ഡി ആയിട്ടുള്ള ടു മച്ച് പവർ മാത്രം CSRനെ എഗെയിൻസ്റ്റ് ആയിട്ട് പറയുന്ന പോയിൻ്റാണ്.